വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി തട്ടാമല കൊല്ലം. എൻ്റെ പേര് അമിത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വാട്ടർ ക്ലോസറ്റ്സ് ആണ്. യെസ്, ഏതൊരു ഫാമിലിയും പുതിയ വീട്ടിലേക്കോ അല്ലെങ്കിൽ റെനോവേഷൻ വർക്കിന് വേണ്ടിയിട്ടോ ബാത്റൂംസിൻ്റെ ഐറ്റം സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് വാട്ടർ ക്ലോസറ്റ്സ്. സോ വാട്ടർ ക്ലോസറ്റ്സിനെ കുറിച്ചല്ല ഇന്നത്തെ എപ്പിസോഡ്, ബട്ട് ആക്ച്വലി വാട്ടർ ക്ലോസറ്റ്സിൻ്റെ പുറത്ത് ഉപയോഗിക്കുന്ന സീറ്റ് കവേഴ്സിനെ കുറിച്ചാണ്. സോ ലെറ്റ് മീ ഒരെണ്ണം ഞാൻ കയ്യിലെടുത്തോട്ടെ. സോ ഇതാണ് ഒരു ടിപ്പിക്കൽ WCയുടെ സീറ്റ് കവർ. സോ സീറ്റ് കവർ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, സീറ്റ് കവേഴ്സിൻ്റെ ടൈപ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാ, സീറ്റ് കവർ ഏതാണ് ചീപ്പായിട്ടുള്ള സീറ്റ് കവർ, എന്തുവാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സീറ്റ് കവർ, ചീപ്പ് സീറ്റ് കവറും എക്സ്പെൻസീവ് സീറ്റ് കവറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. സോ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ടോപ്പിക്. അധികം താമസിപ്പിക്കത്തില്ല, വെരി ഇമ്പോർട്ടൻറ്റ്. പല കടകളിലും നിങ്ങൾ പോകുന്ന 90% കടകളിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞു തരത്തില്ല. സോ ലൈക്ക് ഓൾവേസ് AV ടൈൽസ് ആൻഡ് സാനിറ്ററി നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വേറെ ഒരു ചാനലും കിട്ടത്തില്ല. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇതാണ് ഒരു ടിപ്പിക്കൽ സീറ്റ് കവർ. സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ജഗ്വാറിന്റെ എസ്കോ സീരീസിന്റെ സീറ്റ് കവറാണ്. സോ എസ്കോ സീരീസ് നമുക്കറിയാം ജഗ്വാറിന്റെ ഒരു പ്രൊജക്ട് റേഞ്ച് മെറ്റീരിയലാണ്. അതായത് ജഗ്വാറിന്റെ നോർമൽ ഒരു പ്രൊഡക്റ്റിന് എന്ത് വിലയാവും ആ വിലയുടെ പകുതി വിലയ്ക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സോ പകുതി അല്ലെങ്കിലും ലെറ്റ്സ് ഒരു 30 to 40% പ്രൈസ് കുറഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ്. സോ അങ്ങനെ വരുമ്പം ഡെഫിനറ്റ്ലി 30-40% ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് കുറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും കാണും. സോ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ വാട്ടർ ക്ലോസറ്റ്സിന്റെ സീറ്റ് കവേഴ്സിൽ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഒരു നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു PVC പ്ലാസ്റ്റിക് ആണ്, അതായത് പോളി വിനൈൽ ക്ലോറൈഡ് പ്ലാസ്റ്റിക് ആണ്. പോളി വിനൈൽ ക്ലോറൈഡ് പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിന്റെ താഴെ ഒരു സിഗരറ്റ് ലൈറ്റർ കത്തിച്ചു കഴിഞ്ഞാൽ ഇത് ഉരുകി, അതായത് മെഴുക് ഉരുകി വീഴുന്ന പോലെ ഇതിനകത്തുനിന്ന് ഉരുകി വീഴും. സോ ഒരുപക്ഷെ ഇത് വീഴത്തില്ലായിരിക്കും, പക്ഷേ ഇതിനെക്കാട്ടിലും ചീപ്പായിട്ടുള്ള ലോക്കൽ കമ്പനീസിന്റെ സീറ്റ് കവേഴ്സ് അത് ഡെഫിനറ്റ്ലി മെഴുക് ഉരുകുന്ന പോലെ ഉരുകി വീഴും. ഇത് സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. അപ്പം PVC അല്ലെ നമ്മുടെ പോളിത്തീൻ ബാഗ്, നമ്മൾ കിറ്റ് എന്നൊക്കെ പറയുന്നത്, അത് നമുക്കറിയാം നമ്മൾ ലൈറ്റർ വെച്ചൊന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ഉരുകി വീഴും. സോ അതും ഹാർഡ് സീറ്റ് കവേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ പോളിവിനൈൽ ക്ലോറൈഡിനകത്ത് അവർ വേറെ പ്രൊഡക്ട്സ്, അതായത് കൂടുതൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഏജൻസ് അതിനകത്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ റിച്ച് പ്ലാസ്റ്റിക്സ് കിട്ടുന്നത്. സോ ഏറ്റവും റിച്ചസ്റ്റ് പ്ലാസ്റ്റിക് മാർക്കറ്റിലെ ഏതാന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ച് ബോർഡിൽ ഉപയോഗിക്കുന്ന സ്വിച്ചസ്, ആ സ്വിച്ചസിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാസ്റ്റിക്സ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹ്യൂമൻ ബീങ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടാൽ ഒരു തീ പിടിച്ചാൽ പോലും ഈ സ്വിച്ചസിനകത്ത് ചെറിയ ഡീകളറേഷൻ വരുമെന്നല്ലാതെ ഈ സ്വിച്ചസ് കത്തി ഉരുകി പോകാറില്ല. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പ്ലാസ്റ്റിക്. സോ നമ്മുടെ ഒരു സീറ്റ് കവറിന്റെ പ്ലാസ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്കെയിൽ എന്ന് പറഞ്ഞാൽ PVC പോളിവിനൈൽ ക്ലോറൈഡ് മുതൽ എയർക്രാഫ്റ്റ് ഗ്രേഡ് പ്ലാസ്റ്റിക്, അതായത് ഞാൻ പറഞ്ഞ സ്വിച്ചസിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്, അതിനെ എയർക്രാഫ്റ്റ് ഗ്രേഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറയും. കാരണം എയ്റോപ്ലെയിനകത്ത് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്സും ഭയങ്കര ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. അതും തീക്കകത്ത് ഉരുകാത്ത അല്ലെങ്കിൽ വെരി ഹൈ ടെമ്പറേച്ചറിൽ ഉരുകാത്ത പ്ലാസ്റ്റിക്സ് ആണ് എയർപ്ലെയിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ക്ലോസറ്റ്സ് സെല് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി പ്രീമിയം ക്ലോസറ്റ്സ് സെല് ചെയ്യുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് മുമ്പിൽ എയർക്രാഫ്റ്റ് ഗ്രേഡ് പ്ലാസ്റ്റിക്സ് വരാറുണ്ട്. നമ്മൾ ഇന്ന് കാണിക്കാം എയർക്രാഫ്റ്റ് ഗ്രേഡ് പ്ലാസ്റ്റിക് ഉള്ള ഏതൊക്കെയാണെന്ന്. സോ ദിസ് ഈസ് PVC, ഏറ്റവും ചീപ്പസ്റ്റാണ്. സോ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ അടുത്ത ഡിഫറൻസ് എന്തുവാണെന്നുള്ളത്. സോ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീറ്റ് കവർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട കോണ്ടൂർസ് ആണ്. സോ കോണ്ടൂർ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഷേപ്പ്, അതായത് ഹ്യൂമൻ ബീങ്സിന് നമുക്കൊരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൈക്ക് ഒരു ഷേപ്പ് ഉണ്ട്, നമ്മുടെ അപ്പർ ബോഡിക്ക് ഒരു ഷേപ്പ് ഉണ്ട്, ലെഗ്സിന്, ആങ്കിൾസിന്. സോ എല്ലായിടത്തും നമ്മൾ ഷേപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഷൂ ഒരു പർട്ടിക്കുലർ ഷേപ്പിലാണ് പണിയുന്നത്, കാരണം അത് നമ്മുടെ കാലിൽ കയറാനുള്ളതാണ്. സോ ഓരോ ടൈപ്പ് ആൾക്കാർക്കുള്ള ഓരോ ടൈപ്പ് ഷൂസ് ഉണ്ട്. നടക്കാൻ ഒരു ഷൂ ഉണ്ട്, ഓടാൻ ഒരു ഷൂ ഉണ്ട്, അതേപോലെ ട്രെക്കിംഗ് ചെയ്യാൻ വേറൊരു ഷൂ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തോ ചേഞ്ച് ആവുന്നത് വെച്ചാൽ ഇതിൻ്റെ കോണ്ടൂർസ് ആണ് ചേഞ്ച് ആവുന്നത്. എന്ന് വെച്ചാൽ ഓരോ സർഫേസിനും ആവശ്യമുള്ള രീതിയിലുള്ള ഇതാണ്, അതല്ലെങ്കിൽ ഓരോരുത്തരുടെ കാലിൻ്റെ സൈസിനനുസരിച്ചുള്ള ഷൂസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. സോ കോണ്ടൂർസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സീറ്റ് കവർ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഏത് പാർട്ടാണോ ഇതിനകത്ത് ടച്ച് ആവുന്നത് വെച്ചാൽ ആ ബോഡിയുടെ ആ പാർട്ടിനെ, കാരണം ഹ്യൂമൻ ബീങ്സിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഹ്യൂമൻ ബീങ്സിന് അവർ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സ് അവരുടെ ഷേപ്പിന് ഒത്തു കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. സോ ഈ സീറ്റ് കവറിനകത്ത് ഒരു ഹ്യൂമൻ ബീങ് ഇരുന്ന അവരുടെ ഷേപ്പിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഷേപ്പ് അല്ലെങ്കിൽ അതിനായിട്ടുള്ള കർവ്സ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ കോണ്ടൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ സീറ്റ് കവർ, കുറഞ്ഞ സീറ്റ് കവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും വളരെ ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഫ്ലാറ്റ് ആണ് മോറോർലെസ്. യൂസ് ചെയ്യും, ഇവിടെ കോണ്ടൂർസ് ഉണ്ട്, ഇല്ലാന്നല്ല, കോണ്ടൂർസ് ഉണ്ട്, പക്ഷേ മോറോർലെസ് ഇത് ഫ്ലാറ്റ് ആണ്. ഇതിനെക്കാട്ടിലും ഫ്ലാറ്റ് സീറ്റ് കവേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കുറച്ചുകൂടെ ചീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലാറ്റ്, ഇതിനെക്കാട്ടിലും ഫ്ലാറ്റ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഈ കോണ്ടൂർസിനകത്ത് ഇനി ഞാനിപ്പം കുറഞ്ഞത് കാണിച്ച സ്ഥിതിക്ക് ഞാനിപ്പം കൂടിയത് ഒരെണ്ണം കാണിക്കാം. സോ നമ്മുടെ ഇവിടെ ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ഒരു ക്ലോസറ്റ് ഉണ്ട്. ഇതാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ഒരു ക്വാർട്ടർ ക്ലോസറ്റ് ആണ്. നമുക്കറിയാം സൈസ് ഇത് കണ്ട്. അപ്പോൾ ഞാൻ ഇനി ഈ സീറ്റ് കവർ ഞാൻ കയ്യിലെടുത്ത് ഈ സീറ്റ് കവർ ഞാൻ തുറന്ന് കാണിക്കാം. സോ ഇതിനകത്ത്
ഡിഫറൻസ്. അപ്പോൾ ഞാൻ ആ സീറ്റ് കവർ, നേരത്തെ എൻ്റെ കയ്യിൽ ഇരുന്ന സീറ്റ് കവറും കൂടെ ഞാൻ തുറന്ന് കാണിക്കാം. സോ എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ഈ 2 സീറ്റ് കവർ, ഇത് ഒരു റഫ്ലി 9,000 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ക്ലോസറ്റിൻ്റെ സീറ്റ് കവറാണ്. ഇത് 20,000 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ക്ലോസറ്റിൻ്റെ സീറ്റ് കവറാണ്. അപ്പോൾ നിങ്ങൾക്ക്, എനിക്കറിയത്തില്ല, ഒന്ന് വൈറ്റ് കളറാണ്, പക്ഷേ ഇത് എത്ര നിങ്ങൾക്ക് മേക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഷേപ്പുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ശരീരപ്രകൃതമായിട്ട് കുറച്ചുകൂടെ ചേർന്ന് അല്ലെങ്കിൽ ഇടചേർന്ന് നിൽക്കുന്ന ഒരു ഡിസൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറയും അതെൻ്റെ ഈ ഇടത്തെ കയ്യിലിരിക്കുന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആണെന്ന്. കാരണം ഇവിടെ 2 കാര്യം വളരെ ഈസിലി വിസിബിൾ ആണ്. ഒന്ന്, ഇതിൻ്റെ ടിയർ ഡ്രോപ്പ് ഷേപ്പാണ്, അതായത് കണ്ണീരിൻ്റെ ഷേപ്പ് എന്ന് പറയും. നമ്മൾ ഈ ബുള്ളറ്റ് പോലത്തെ ബൈക്കിൻ്റെ ടാങ്കിനെ കുറിച്ച് ഈ വേർഡ് ഉപയോഗിക്കാറുണ്ട്. സോ ഈ ടിയർ ഡ്രോപ്പ് ഷേപ്പ് സയന്റിഫിക്കലി ഏറ്റവും നല്ല ഷേപ്പാണ് വാട്ടർ ക്ലോസറ്റ്സിന്. സോ അതും കോണ്ടൂറിൻ്റെ ഭാഗമാണ്. കാരണം നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു ഷേപ്പിനനുസരിച്ചാണ് ഈ ഷേപ്പ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ പക്ക സ്ക്വയർ ഓവലാണ്, ഇതിനകത്തൊരു ഷേപ്പ് ഉണ്ട്. സോ ഇത് ഒരു പ്രീമിയം ക്ലോസറ്റ്സിൽ നിന്ന് ഒരു ചീപ്പ് ക്ലോസറ്റ്സിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പ്, അതായത് ഈ ക്ലോസറ്റിൻ്റെ ഈ ടോപ്പ് മുതൽ ഈ ബോട്ടം വരെയുള്ള ഷേപ്പ് നിങ്ങൾ കണ്ടു കാണും. അത് ഈ ക്ലോസറ്റിൽ അതേ സ്പേസിനെക്കാട്ടിലും അറ്റ്ലീസ്റ്റ് എനിവെയർ അറൌണ്ട് 30% കൂടുതലാണ്. സോ നമ്മളൊരു പ്രീമിയം ക്ലോസറ്റിൻ്റെ സീറ്റ് കവറും ഒരു ചീപ്പ് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ശരിയല്ല. ഐ മീൻ കുറച്ചുകൂടെ വാല്യൂ പ്രൊഡക്റ്റിന്റെ ഒരു സീറ്റ് കവറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും പ്രീമിയം ക്ലോസറ്റ്സിന് ഈ ഷേപ്പ്, ഈ ബാക്കിലെ ഹിഞ്ച് മുതൽ ഈ ഹോളിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഹോളിന്റെ എൻഡ് വരെ ഉള്ള ആ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കൂടുതലായിരിക്കും. ആൻഡ് എപ്പോഴും വാല്യൂ മെറ്റീരിയലിനകത്ത് അത് ചെറുതായിരിക്കും. സോ ഇതും ഒരു പ്രീമിയം ക്ലോസറ്റും ചീപ്പ് ക്ലോസറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ക്ലോസറ്റിന് നമ്മൾ 6,000 രൂപ മുതൽ 7,000 രൂപ വരെ ടാർഗറ്റ് ചെയ്താണ് എല്ലാവരും ക്ലോസറ്റ് മേടിക്കാൻ പോകുന്നത്. പക്ഷേ അതേ സമയത്ത് ഒരു 20,000 രൂപയുടെ ക്ലോസറ്റ് അവിടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് എന്തെങ്കിലും ഒരു വാല്യൂ കാണും, അല്ലെങ്കിൽ ഒരു വ്യത്യാസം കാണും. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിപ്പോൾ ഈ കമ്പാരിസൺ ഇപ്പം നടത്തിയത്. അപ്പം നമ്മൾ 2 വ്യത്യാസം കണ്ടു. ഒന്ന്, ഉപയോഗിച്ചേക്കുന്ന പ്ലാസ്റ്റിക്, അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഒന്ന്, ഷേപ്പിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി. അപ്പം ഈ ടിയർ ഡ്രോപ്പ് ഷേപ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ടിയർ ഡ്രോപ്പ് ഷേപ്പിൻ്റെ കോണ്ടൂറിൻ്റെ വ്യത്യാസം, അതായത് ഈ ഒരു ഷേപ്പ് അല്ല, കണ്ണീരിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ഷേപ്പിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈയുടെ ബാക്ക് സൈഡിൽ കുറേ എക്സ്പോസ്ഡ് നെർവ്സ് ഉണ്ട്. എക്സ്പോസ്ഡ് നെർവ്സ് എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഔട്ടർ പോർഷനിൽ നിന്ന് മൂവ് ചെയ്യുന്ന കുറേ നെർവ്സും വെയിൻസും ഇതേപോലെ ബ്ലഡ് വെസൽസും ഉണ്ട്. സോ നമ്മൾ ഈ ഒരു സ്ക്വയർ ടൈപ്പ് മോഡൽസ് നമ്മൾ സെലക്ട് ചെയ്ത പലർക്കും, അത് എല്ലാവർക്കും ആ പ്രശ്നം വരുന്നില്ല, പക്ഷെ പലർക്കും ഈ നെർവ്സ് കംപ്രസ് ആവുന്ന ഒരു പ്രോബ്ലം ഇതിനകത്ത് വന്നേക്കാം. സോ ആ നെർവ്സ് കംപ്രസ് ആവാതിരിക്കാനുള്ള ഒരു മോഡലും കൂടിയാണ് ടിയർ ഡ്രോപ്പ് ഷേപ്പ്. അപ്പം ഇതിന് മുമ്പ് നിങ്ങളൊരു ക്ലോസറ്റ് മേടിക്കാൻ പോകുമ്പം ഇതിന് മുമ്പ് നിങ്ങൾ ഉപയോഗിച്ച ക്ലോസറ്റിനകത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു സ്ക്വയർ ടൈപ്പ് ക്ലോസറ്റ് യൂസ് ചെയ്തപ്പോൾ നിങ്ങളുടെ കാലിനകത്ത് ഒരു നംനെസ്സോ അല്ലെങ്കിൽ ഒരു പെരുപ്പോ അങ്ങനെ ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ എണീറ്റ് കഴിഞ്ഞപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കാലിനൊരു വേദനയോ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അടുത്ത ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടിയർ ഡ്രോപ്പ് ഷേപ്പ് ഉള്ള വാട്ടർ ക്ലോസറ്റ്സ് നോക്കണം. സോ അതാണ് സീറ്റ് കവർ. സോ സീറ്റിനെ കുറിച്ചല്ല, അത് കുറച്ചുകൂടെ ഷേപ്പിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. സോ ഞാൻ ഇവിടെ സീറ്റിന്റെ കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഏറ്റവും കൂടിയ സീറ്റ് കവർ, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ നമ്മളിപ്പോൾ അടുത്ത് നിൽക്കുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ അക്കേഷ്യ സീരീസിൻ്റെ ഏറ്റവും കൂടിയ വാട്ടർ ക്ലോസറ്റിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഏകദേശം 50,000 രൂപ MRP വരുന്ന ഒരു മോഡലാണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സോളിഡ് ബിൽഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ക്ലോസറ്റോ അതിൻ്റെ വർക്കിങ്ങോ അത് മാത്രമല്ല, എല്ലാം ടോപ്പ് ക്ലാസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും യുണീക്ക് സംഭവം മാർക്കറ്റിൽ ഒരു കമ്പനിക്കും ഇല്ലാത്ത സീറ്റ് കവറാണ്. അതായത് പ്രോപ്പർ എയർക്രാഫ്റ്റ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതായത് എയർപ്ലാനകത്ത് ലഗേജിനകത്ത് ലഗേജ് കമ്പാർട്ട്മെന്റ്, അതേപോലെ ബാത്റൂമിന്റെ ഡോറ്, ബാത്റൂമിന്റെ അകത്തെ പാർട്സ്, wherever there is plastic in aircraft, it is this same plastic. So അത് മാത്രമല്ല, നമുക്ക് ഇതിന്റെ ഷേപ്പ് കാണാം. ഈ സ്പേസ് ഓൾമോസ്റ്റ് 4 inches, അത് അതിനെക്കാട്ടിലും കൂടുതലുണ്ട്. പിന്നെ കോണ്ടൂർസ്, ഇതിന്റെ ആ ഒരു കർവ്, ഇതിനകത്തുള്ള ഒരു ആ താഴത്തെ സീറ്റിന്റെ ഒരു കർവ് എന്ന് വെച്ചാൽ പക്ക ഒരു ഹ്യൂമൻ ബീങ് അതിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു കർവാണ്. സോ ഇപ്പം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ അക്രോസ് ദി കമ്പനീസ് ഞാൻ ഏറ്റവും നല്ല സീറ്റ് കവർ കണ്ടിട്ടുള്ള ഒരു സീറ്റ് കവറാണ് അക്കേഷ്യ ബൈ അമേരിക്കൻ സ്റ്റാൻഡേർഡ്. 50,000 rupees ആണ് ഇതിന്റെ MRP. സോ എക്സ്പെൻസീവ് ആണ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പല അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാറുകളെ കുറിച്ച്, അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വീടുകളെ കുറിച്ചൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. സോ ഐ സജസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ക്ലോസറ്റ്സിനെ കുറിച്ചും സെർച്ച് ചെയ്ത് നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. സോ ജസ്റ്റ് ഫോർ എ നോളജ് ദാറ്റ് സച്ച് മെറ്റീരിയൽസ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഷുഡ് ലുക്ക് ഫോർ. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് ഇന്ത്യയിൽ ഇറങ്ങുന്ന മൊത്തം ക്ലോസറ്റ്സ് എനിക്ക് സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ക്ലോസറ്റ് മേടിക്കാൻ ഇറങ്ങുമ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു കുറഞ്ഞ റേറ്റിന് തന്നെ കോണ്ടൂർസ് നല്ല ഉള്ള ഒരു ക്ലോസറ്റ് കമ്പനി ഇറക്കിയിട്ടുണ്ടാവും. കാരണം കമ്പനിക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. ചില സമയത്ത് അവർ കുറഞ്ഞ റേഞ്ചിൽ തന്നെ നല്ല പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കോണ്ടൂർ കൂടിയ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സീറ്റ് കവേഴ്സ് അവർ ഇറക്കും.
സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് തിരിച്ചറിയണം ദാറ്റ് ദിസ് ഈസ് റിയലി വർത്ത് ബെറ്റർ ദാൻ ഇറ്റ്സ് വർത്ത് ഇൻ മണി. സോ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. സോ ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ ക്ലോസറ്റിനകത്ത്. സോ ദിസ് ബ്രിങ്സ് us ടു ദി തേർഡ് ആൻഡ് ദി ഫൈനൽ പാർട്ട് ഓഫ് സീറ്റ് കവേഴ്സ്. സീറ്റ് കവേഴ്സിന്റെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ നോക്കേണ്ടത് എന്തുവാ? സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. സോ ദ തേർഡ് ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് സീറ്റ് കവേഴ്സ്, അതിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഈ 2 സീറ്റ് കവർ ഉണ്ട്. നമ്മൾ തുടക്കം മുതലേ ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് അങ്ങനെ പ്രീമിയം ആവണമെന്നോ അല്ലെങ്കിൽ വാല്യൂ മെറ്റീരിയൽ ആവണമെന്നോ ഒന്നുമില്ല. ചിലപ്പം കുറഞ്ഞ റേഞ്ചിൽ തന്നെ കമ്പനീസ് ഈ സീറ്റ് കവർ മാനുഫാക്ചർ ചെയ്യാറുണ്ട്. അപ്പോൾ കമ്പനീസ് ഇത് എന്ത് രീതിയിലാണ് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശം കൊണ്ടാണ് ഇതിങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ കസ്റ്റമർ പെർസെപ്ഷൻ അല്ലെങ്കിൽ ഡീലർ പെർസെപ്ഷൻ അതിൻ്റെ ഇതാണ്. അതൊക്കെ നമുക്ക് 2 ടൈപ്പ് ഓഫ് സീറ്റ് കവർ ഉണ്ട്. ഒന്ന് നമുക്ക് ഇതുണ്ടോ, ഇത് നമുക്ക് വിസിബിൾ ലിപ്പ് സീറ്റ് കവേഴ്സ് എന്ന് പറയും. വിസിബിൾ ലിപ്പ് സീറ്റ് കവറിൽ നമുക്ക് മേളത്തെയും താഴത്തെയും ഈ ലെവൽസ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. തുറക്കുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തുറക്കും. അടച്ചു കഴിഞ്ഞാൽ ഈ ലിപ്സ് വിസിബിൾ ആയിട്ട് നമുക്ക് കാണാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് നമുക്ക് കാണാം. ഇനി മറ്റൊരു ടൈപ്പ് സീറ്റ് കവേഴ്സ് ഉണ്ട്. ഇത് കൂടിയതിൽ മാത്രമല്ല, കൂടിയതിലും കുറഞ്ഞതിലും എല്ലാത്തിനകത്തും ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിപ്പേ കാണത്തുള്ളൂ. അപ്പർ ലിപ്പ് മാത്രമേ വിസിബിൾ ആവത്തുള്ളൂ. ലോവർ ലിപ്പ് വിസിബിൾ അല്ല. പക്ഷേ ലോവർ ലിപ്പ് വിസിബിൾ ആവും അപ്പർ ലിപ്പ് നമ്മൾ മാറ്റി കഴിയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്തോ നിങ്ങൾ കണ്ടു കാണും പലപ്പോഴും. പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ അത് ക്ലിക്ക് ചെയ്ത് കാണത്തില്ല. ഇത് എന്തുകൊണ്ടാണ് കമ്പനീസ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. കസ്റ്റമേഴ്സിന്, മിക്ക കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സിന് ലെറ്റ്സ് ഈ സീറ്റ് കവർ എപ്പോഴും ഡ്രൈ ആയിരിക്കണമെന്ന് വളരെ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കൂട്ടം കസ്റ്റമേഴ്സ് ഉണ്ട്. സീറ്റ് കവേഴ്സ് എപ്പോഴും ഡ്രൈ ആയിരിക്കണം. അവർക്ക് സീറ്റിനകത്ത് ഒരു വെറ്റ്നെസ്സും അവർക്ക് അബ്സല്യൂട്ട്ലി ആക്സെപ്റ്റബിൾ അല്ല. അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് ഈ സീറ്റ് കവർ തേടി പിടിക്കേണ്ടത്. കാരണം ചെറിയ ബാത്റൂംസ് ആണ് മോസ്റ്റ്ലി ഇന്ത്യയിലുള്ളത്. സോ സീറ്റ് കവറിന്റെ അടുത്ത് നിന്നുകൊണ്ടാണ് ഷവർ ചെയ്യുന്നത്. അപ്പോൾ ഷവർ ചെയ്യുന്ന സമയത്ത് ഈ സീറ്റ് കവർ അടച്ചിട്ടിട്ട് ഷവർ ചെയ്താൽ പിന്നെ രണ്ടാമത് ആ ബാത്റൂമിൽ കയറുന്ന ഒരാൾ ഈ സീറ്റ് കവർ പൊക്കിയാൽ അബ്സല്യൂട്ട്ലി ഇവിടെ വെള്ളം കാണത്തില്ല. കാരണം ആ വെള്ളത്തിന്റെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ തെറിച്ച് വീഴുന്ന വെള്ളം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പർ ലിപ്പ് കൊടുക്കുന്നത്. അതേസമയം നമ്മൾ അതിന് പകരം അതേ സ്ഥലത്ത് ഈ സീറ്റ് കവറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചെറിയ ബാത്റൂമാ ഭിത്തിയിൽ നിന്ന് തെറിച്ച് വരുന്ന വെള്ളം ഈ ഗ്യാപ്പിൽ കൂടെ ചെന്ന് അകത്തിരിക്കും. ഈ സീറ്റ് കവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ എഡ്ജസിൽ വെള്ളം കാണും. ചിലപ്പോൾ വെള്ളം ഒലിച്ച് അകത്തോട്ടും വന്നിട്ടുണ്ടാവും. സോ എഫക്റ്റീവ്ലി അടുത്ത പേഴ്സൺ ടിഷ്യൂ പേപ്പർ വെച്ച് അല്ലെങ്കിൽ തുണി വെച്ച് ഇത് ക്ലീൻ ചെയ്യാൻ നിൽക്കണം. സോ അത് ആണ് എൻ്റെ മെയിൻ ഡിഫറൻസ്. സോ നമ്മൾ സീറ്റ് കവർ സെലക്ട് ചെയ്യുമ്പം, നമ്മൾ പ്രത്യേകിച്ച് ക്ലോസറ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ സീറ്റ് കവറിൽ ശ്രദ്ധിക്കാനുള്ള 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടുന്ന് CP സാനിറ്ററി ഫിറ്റിംഗ്സിന്റെ സെലക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് എല്ലാം എസ്കോ ആയി അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആയി, ജോൺസൺ ആയി, സൊമാനി ആയി, എല്ലാം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത്. കൺസീൽ ടാങ്ക്സിന്റെ റേറ്റ് ആയാലും ഏറ്റവും കോമ്പറ്റീറ്റീവ് റേറ്റ് ആണ്. സോ ബിസൈഡ്സ് ഓൾ ദാറ്റ് ഈ ഒരു ഇൻഫർമേഷനും കൂടെ നിങ്ങൾക്ക് ഇവിടുന്ന് അതിൻ്റെ കൂടെ കിട്ടും. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ഇതുപോലെ വീഡിയോസിൽ വരാനുണ്ട്. കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് ടൈം, ദ നെക്സ്റ്റ് വീഡിയോ.